ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025 പ്യൂൺ, നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് PSC നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ജൂൺ മാസം നടന്ന പരീക്ഷയാണ്. LGS ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള പ്രസംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയൻ സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ നടന്നത് 1896, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ആൻസർ. ഏത് സമ്മേളനത്തിലായിരുന്നു? 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷ പദവി വഹിച്ചത്. അടുത്ത ചോദ്യം, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഓപ്ഷൻ ബി, ലോർഡ് കഴ്സൺ ആണ്. ലോർഡ് കഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ, വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, DK കാർവെയാണ്. 1916 മഹാരാഷ്ട്രയിലെ പൂനെയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഏതാണ്? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. ഏത് സംസ്ഥാനത്തായിരുന്നു? ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിൽ. ഓക്കെ. അടുത്ത ചോദ്യം, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. 9 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഓപ്ഷൻ ബി, ബോംബെ. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹ്റലി ആയിരുന്നു. യൂസഫ് മെഹ്റലി. ഓക്കെ. അടുത്ത ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ലോകസഭയിലാണ് ധനബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത്. ലോക്സഭയിൽ. 12 മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയെയാണ്. അനുച്ഛേദം 226 പ്രകാരം സമീപിക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയെയാണ്. അനുച്ഛേദം 32 പ്രകാരമാണെങ്കിൽ സുപ്രീം കോടതിയെയും. അടുത്ത ചോദ്യം, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61-ാം ഭരണഘടനാ ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ചത്. 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് 61-ാം ഭേദഗതി നടപ്പിലാക്കുന്നത്. ചോദ്യം 14, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസം, വനം, വന്യജീവി, അളവ് തൂക്കം മുതലായവ കൺകറന്റ് ലിസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഓക്കെ. 5 വർഷമാണ് സഭയുടെ കാലാവധി ആണോ? അല്ല. രാജ്യസഭയ്ക്ക് അങ്ങനെ കാലാവധി ഇല്ല. ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. JD വാൻസ്. 18 സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ എ, VP മേനോനാണ്.
നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നെഹ്റുവിനും പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസർലാൽ നന്ദയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസർലാൽ നന്ദയാണ്. ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഓപ്ഷൻ സി ചൈനയുമായിട്ടാണ്. നെഹ്റുവും ചൗവൻലായും ചേർന്ന് ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ അല്ലേ. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1953 ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി നിരാഹാരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണമടയുകയാണ് ഉണ്ടായത്. ഒടുവിൽ 1953 ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഓക്കെ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി വാരാണസിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ചോദ്യം 25, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ എ അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. 27, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ചോദ്യം 28, തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ടയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ടയാണ്. 1904 സ്ഥാപിച്ചത് കൊല്ലം ചെങ്കോട്ട. 29, ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 1ഉം 4ഉം സവിശേഷതയല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് തെറ്റാണ്. നിരപ്പായ താഴ്വരകൾ ഡൂണുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. കറക്റ്റ് ഏതാണ്? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളും കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ഓപ്ഷൻ എ ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഓക്കെ. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ, ലോക്കൽ വിൻഡ്സ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ ആണ്. ലൂ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 35, K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. 36, നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം എന്താണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാർ ടൈഗർ റിസർവ്. നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. 1934 നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി പുല്ലാമ്പാറ. പുല്ലാമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്.
കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? ഓപ്ഷൻ ബി കരേവ മണ്ണാണ്. കരേവ മണ്ണ്. അടുത്ത ചോദ്യം. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങൾ. ചോദ്യം 40. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. 1ഉം 4ഉം തെറ്റാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ എന്ന് പറയുന്നത് തെറ്റാണ്. കറക്റ്റായിട്ടുള്ളത് ഏതാണ്? നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 42. കേരളത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി നീണ്ടകര. 43. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 3ഉം 4ഉമാണ് ശരി. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ. കുറവുള്ളത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചിയാണ് അല്ലേ? പീച്ചി. അടുത്ത ചോദ്യം. പട്ടിക 1 പട്ടിക 2മായി ചേർക്കുകയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പുനരൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. 2, 4 ശരിയാണ്. ബുവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടാണ്. ബോക്സർ കലാപം ഏതാണ്? ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ഓപ്ഷൻ ഡി കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോകില സന്ദേശം. 47. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഏതാണ്? ഓപ്ഷൻ ബി ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. 1, 4, 6 തെറ്റാണ്. നമുക്ക് ശരിയായത് നോക്കാം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കടമകളുമുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാണ് വാൽ കിൽമർ. 50. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ ഡി സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 51. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഏത് സംസ്ഥാനം? ഒഡീഷ. 52. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. 53. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ഫംഗസ് ആണ്. NUSERT ഫാക്റ്റ് ആണ്. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ഫംഗസ്. അതുപോലെ നാഗപതിവയ്ക്കൽ സർപ്പറ്റൈൻറ്റ് ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി കുരുമുളക്. ഇതും NUSERT ഫാക്റ്റ് ആണ്. ഓക്കെ. അപ്പം നമ്മുടെ ചാനലിലൂടെ NUSERTയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കണേ. അപ്പം കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫംഗസ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 56. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. 57. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിറ്റാമിൻ എ റെറ്റിനോള്, വിറ്റാമിൻ ഇ ടോക്കോഫിറോൾ, വിറ്റാമിൻ കെ ഫിലോക്കിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ. 59. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി 1 മാത്രം ശരി. കൂടിയാട്ടം. കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. പിന്നെ മുടിയേറ്റിനും യുനെസ്കോ അംഗീകാരം ലഭിച്ചതാണ്. ഓക്കെ. അടുത്ത ചോദ്യം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രസ്താവന 2, 4 ആണ് ശരിയായിട്ടുള്ളത്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു.
പ്രതിബന്ധന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. 61. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഒന്ന് മാത്രം. ഇലക്ട്രോൺ ജെ തോംസൺ. പ്രോട്ടോൺ ആരാണ്? പ്രോട്ടോൺ റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ സി കലാമിൻ ആണ്. കലാമിൻ. 63. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. എന്താണ് പ്രസ്താവനകൾ? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഹൈഡ്രജനിൽ ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. 64. താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെയും താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട് ആണ്. ക്വാണ്ടം ഡോട്ട്. 2025 എക്സാമിനും 2023 2024 ഒക്കെ നോബൽ പ്രൈസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളതൊന്ന് റെഫർ ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ സമീർ വി കമ്മത്താണ്. ഡോക്ടർ സമീർ വി കമ്മത്ത്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 68. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി പ്രോട്ടോസോവ. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം പ്രോട്ടോസോവ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. 69. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. ടൈഫോയിഡ് ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. രോഗകാരി ഏതാണ്? സാൽമണല്ല ടൈഫി. 70. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഓപ്ഷൻ സി മോണോസൈറ്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ഓപ്ഷൻ ഡി 0.8 സെക്കൻഡ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണം. 73. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര്? ഓപ്ഷൻ ഡി BCG. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG ആണ്. 74. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg ആണ്. 9 മുതൽ 11 mg ആണ് കാൽസ്യത്തിൻ്റെ അളവ്. ഓക്കെ. 75. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി ഏതാണ്? മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി മെനിഞ്ചസ് ആണ്. ഹൃദയത്തിനെയാണെങ്കിൽ പൊതിഞ്ഞു കാണപ്പെടുന്നത് ഏതാണ്? പെരികാർഡിയം. ശ്വാസകോശത്തിനെയാണെങ്കിൽ പ്ലൂറയാണ് പൊതിഞ്ഞു കാണപ്പെടുന്നത്. 76. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ജൂൺ 5 എന്താണ്? ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5. മെയ് 22 ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി മിഠായി. 79. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറിയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. 80. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശാധാര. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച പദ്ധതി ഏതാണ്? ആശാധാരയാണ്. ആശാധാര. ബാക്കി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. LGS ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മലയാളമൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ SCRT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡ് നടന്നു പോരുന്നു. അപ്പം അതുമൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.